പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ്. എന്താണ് ഡേറ്റ സ്ട്രക്ചർ? അതിന് മുന്നേ എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമുക്ക് വാല്യൂസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡേറ്റാസാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാൽക്കുലേറ്ററിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക. കാൽക്കുലേറ്ററിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എനിക്ക് 2+1+2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. ആൻസർ കിട്ടണം. ഓക്കെ, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അല്ലേ. ഓക്കെ, ഇത് നമ്മൾ ആദ്യം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്താൽ മാത്രമാണല്ലോ നമുക്കതിനെ വീണ്ടും അത് ആക്സസ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡാറ്റാസ് മെമ്മറിയിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന മെമ്മറി എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് അറിയാം ഡാറ്റ സ്ട്രക്ചേഴ്സ്. അറേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അറേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ട്രീ ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, ഹാഷ് ടേബിൾ ഉണ്ട്. ഇത് ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സാണ്. അതായത് ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസിനെ ഒരു എഫിഷ്യൻറ്റ് മാനറിൽ ഓർഗനൈസ് ചെയ്ത് വെക്കും. അതിനും ഓരോ ഡാറ്റ സ്ട്രക്ചറിനും അതിൻ്റേതായിട്ടുള്ള യുണീക്ക് പ്രോപ്പർട്ടി ഉണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അതനുസരിച്ചാണ് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണ ഡാറ്റനെ ആക്സസ് ചെയ്യുന്നതും റിട്രീവ് ചെയ്തെടുക്കുന്നതും. ഓക്കെ, നമുക്ക് ആ ഒരു ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് ഓരോ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടും അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. എന്താണ് ട്രാവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ? ട്രാവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റും 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ ആക്സസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുക്കുമല്ലോ, അതിനാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് അല്ലേ. സെർച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റിൽ നിന്ന് ഒരു സിംഗിൾ എലമെൻറ്റ് അതിലുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഓപ്പറേഷനാണ്. യുണീക്കായിട്ട് ഓരോ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചറിലും, ഇപ്പോൾ അറേയിലായിക്കോട്ടെ, ലിങ്ക്ഡ് ലിസ്റ്റിലായിക്കോട്ടെ, സ്റ്റാക്കിലായിക്കോട്ടെ, അതിന് പെർട്ടിക്കുലർ യുണീക്ക് പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടി അനുസരിച്ചായിരിക്കും നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ഓരോ ആപ്ലിക്കേഷനിലും ഓരോ പ്രോപ്പർട്ടി ആയിരിക്കും ബെനഫിഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യാന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യണം അല്ലേ. ഒരു വലിയൊരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യണ അപ്പോൾ ഈ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോഡ്സ് ഉണ്ടാവും അല്ലേ. നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഇൻ്റർമീഡിയറ്റ് പാത്തുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള നോഡിൽ നിന്ന് സി എന്ന് പറഞ്ഞിട്ടുള്ള നോഡിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്തുകൾ ഉണ്ടാവും. ഈ പാത്തിലൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ എത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ്. ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ നെറ്റ്വർക്ക് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മളൊരു പെർട്ടിക്കുലർ ഒരു പ്രോസസ് ഷെഡ്യൂളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഒരു പ്രോസസ് ഷെഡ്യൂളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ജോബ് ഷെഡ്യൂളിംഗ് എന്ന് പറയും. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സിസ്റ്റം അറ്റ് എ ടൈമിൽ നമ്മൾ MP3 പ്ലെയർ റൺ ചെയ്യിക്കുന്നുണ്ട്, ഡോക്യുമെൻ്റ് ഫയൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് സിസ്റ്റത്തിൽ പ്രോസസ് ഷെഡ്യൂളിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യൂ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്തും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതൊന്നിങ്ങനെ വായിക്കുന്നുണ്ട്. ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുക അല്ലേ. സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതിനെ ഒരു ഓർഗനൈസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണം എഫിഷ്യൻറ്റ് ഇൻ മെമ്മറി എലമെൻറ്റിൽ അല്ലേ. അതായത് നമുക്ക് എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്, കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാം അല്ലെ. ആ ഡാറ്റാസിനെ മാനേജ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ
2 പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്, 3 എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട് അല്ലേ. അതിനെ 5 പറഞ്ഞൊരു ഡാറ്റയാക്കി മാറ്റി ആഡ് ചെയ്ത സമയത്ത് അല്ലേ. അപ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. പിന്നെ ഫാസ്റ്റർ ആക്സസ്, ഇൻസേഷൻ, ഡിലീഷൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഡാറ്റാ സ്ട്രക്ചർ, ഇപ്പോൾ അറേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റാ സ്ട്രക്ചർ ഉണ്ട്. ഈ അറേ ബാക്കിയുള്ള എല്ലാ ഡാറ്റാ സ്ട്രക്ചേഴ്സും നമ്മൾ പറയും. അപ്പോൾ അതിൽ 1 2 3 4 അല്ലേ. ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എപ്പോഴൊക്കെ ആവശ്യം ഉണ്ടാവും, ഡിലീറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ 3 എപ്പോഴൊക്കെ ആവശ്യം ഉണ്ടാവും, അപ്പോഴൊക്കെ ഈ 3നെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഡാറ്റനെ റീയൂസ് ചെയ്യാൻ പറ്റും. അൽഗോരിതം ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ഇതാണ് ഡാറ്റാ സ്ട്രക്ചർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നില്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഫസ്റ്റ് വൺ അറേ. ഓക്കെ, അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ, ഗ്രാഫ്. ഓക്കെ, പിന്നെ ഹാഷ് ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ട്രീയിൽ തന്നെ ഡിഫറെൻറ്റ് ബൈനറി ട്രീ, AVL ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക് ഡാറ്റാ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡാറ്റാ സ്ട്രക്ചറും എടുത്തിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് ഡാറ്റാ സ്ട്രക്ചേഴ്സ് 2 കാറ്റഗറി ആക്കി തിരിക്കാം. ഫസ്റ്റ് വൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സും നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറും. അപ്പോൾ എന്താണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ? ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലമെൻറ്റ് ആ ഡാറ്റാ സ്ട്രക്ചറിലേക്ക്, ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി എലമെൻ്റാണ്, അതിലേക്ക് നമുക്ക് ഡാറ്റാസിനെ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇത്ര ഓക്കെ ആണല്ലോ. അതിൽ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി ഒരു ഡാറ്റാ സ്ട്രക്ചറിലേക്ക് ഡാറ്റാസിനെ ആഡ് ചെയ്യുമല്ലോ, അതൊരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഡിലീറ്റ് ചെയ്യുന്നതും അത് 1 by 1 ആയിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ അറേയിൽ ഞാൻ ഡാറ്റ, ഇപ്പം എൻ്റെ കയ്യിൽ 2 3 4 5 6 എന്ന് പറഞ്ഞിട്ടുള്ള 5 ഡാറ്റയാണ് ഉള്ളത്. അപ്പോൾ 2നെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഈ അറേയിൽ ഓരോ ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതൊരു അറേ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, 2നെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഇൻഡെക്സിലാണ് നമ്മൾ അടുത്ത എന്ത് ചെയ്യുക, നെക്സ്റ്റ് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എലമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു സ്പേസ് വിട്ടിട്ട് അടുത്തതിൽ 5നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇവിടെ അങ്ങനെ കഴിയൂല. കാരണം എന്താ, ഇതൊരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആവുന്ന സമയത്ത് നമുക്കത് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ അത്തരം ഡാറ്റാ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. ഓക്കെ, അറേ, സ്റ്റാക്ക്, ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ. ഇനി ഈ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യാത്ത ഡാറ്റാ സ്ട്രക്ചറാണ് എന്ത്, നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ. ഇപ്പോൾ നേരത്തെ ഞാൻ ഇത് പറഞ്ഞല്ലോ, ഇത് മായ്ച്ച ഗ്രാഫ് പറഞ്ഞല്ലോ അല്ലേ. ഗ്രാഫ് എന്ന് പറഞ്ഞ ഡാറ്റാ സ്ട്രക്ചർ നെറ്റ്വർക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രാഫ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിനെ പറയുന്ന പേരാണ് നോഡ്സ്. നോഡ് അല്ലെങ്കിൽ വെർട്ടീസസ് എന്ന് പറയും. ഇതാണെന്ത്, എഡ്ജാണ് പാത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഒരാളെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, ഇവിടെ വേറെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇതൊരു ലീനിയർ അല്ല അല്ലേ. അപ്പോൾ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറൊക്കെ ആയിട്ടൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമുക്ക് ഇതുപോലെ വേറൊന്നാണ് ട്രീ. ട്രീയും ഗ്രാഫും തമ്മിൽ വ്യത്യാസമൊക്കെ എന്താണെന്ന് പറയും. ഓക്കെ, ഇതൊക്കെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറായി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഹൈറാർക്കിക്കൽ ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചേഴ്സാണ് എന്ത് പറയുന്നത്, നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ. ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. അപ്പോൾ നോൺ ലീനിയർ എന്നാൽ അതെന്തായിരിക്കും, ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലായിരിക്കും. ഓക്കെ, ഡാറ്റാസ് ആർ സ്റ്റോർഡ് ആൻഡ് ആക്സസ് ഇൻ നോൺ ലീനിയർ മാനർ. അതിന് എക്സാമ്പിളാണ് എന്ത്, ട്രീ, ഗ്രാഫ്, ഹാഷ് ടേബിളൊക്കെ.
ഓക്കെ, ട്രീ, ഗ്രാഫ്, ഹാഷ് ടേബിൾ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഓരോ ഡാറ്റ സ്ട്രക്ചർ എടുത്തിട്ട് അത് എന്താണെന്ന് പഠിച്ചു പോവാം. ഫസ്റ്റ് വൺ നമുക്ക് അറേ എന്താന്ന് നോക്കാം. അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് സ്റ്റോർഡ് അറ്റ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. അതായത് സിമിലർ ടൈപ്പ്, സെയിം ഡാറ്റ ടൈപ്പ് ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയണം. ഓക്കെ, അതായത് ഇപ്പോൾ അറേയിൽ സ്റ്റോർ ചെയ്ത എലമെൻറ്റ്സിൻ്റെ ഡാറ്റ ടൈപ്സ് സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ് ഡാറ്റ ടൈപ്പ്? ഇപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട്. ഇതൊക്കെ ഓരോ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. ക്യാരക്ടർ അല്ലേ, അതായത് ഇൻറ്റ് എന്ന് പറഞ്ഞ എക്സാമ്പിളാണ് 1, 2, 3 ഇങ്ങനത്തെ ഇതൊക്കെ ഇന്ത്യൻ എക്സാമ്പിൾ എക്സെട്ര. അല്ലാന്നുണ്ടെങ്കിൽ 55, 71, 101 അല്ലേ, ഇതൊക്കെ ഇന്ത്യൻ എക്സാമ്പിളാണ്. അതായത് ഡെസിമൽ പാർട്ട് ഇല്ലാത്ത നമ്പേഴ്സ്. ഫ്ലോട്ടിന് എക്സാമ്പിളാണ് 1.1, 1.01, 55.1. കണ്ടോ, ഡെസിമൽ പാർട്ട് വരുന്ന, ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന നമ്പേഴ്സിന് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ക്യാരക്ടറിന് എക്സാമ്പിളാണ് A, C, B, E എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്. ഓക്കെ, അപ്പോൾ അറേയിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? അറേയിൽ സ്റ്റോർ സെയിം ഡാറ്റ ടൈപ്പുള്ള എലമെൻസിനെ സ്റ്റോർ ചെയ്യും അല്ലേ. അപ്പോൾ എനിക്ക് ഈ അറേയിൽ ഇപ്പോൾ ഇതൊരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേയാണ് അല്ലേ. അറേ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അറേ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് നമുക്കിങ്ങനെ പറയാം അല്ലേ. ഓക്കെ, കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. പറയൂടെ. ഓക്കെ, നമുക്ക് അറേനെ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെ നോക്കാം. അറേ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും അല്ലേ. ഈ സെല്ലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനൊരു ഇൻഡെക്സ് റെപ്രസെൻറ്റ് ചെയ്യും. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും 0 ബേസ്ഡ് ആയിരിക്കും ഇൻഡെക്സ് ഉണ്ടാവുക. 0 മുതൽ നമുക്ക് അതിൻ്റെ സൈസ് ഓഫ് അറേ, നമുക്ക് അറേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ A of 5 എന്നാണെങ്കിൽ നമ്മൾ 5 സൈസുള്ള, അതായത് 5 സെല്ലുകളുള്ള ഒരു അറേ ആയിരിക്കും. 5 സൈസ് ഓർ 5 സെല്ലുകളുള്ള ഒരു അറേ ആയിരിക്കും നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ 0 മുതൽ തുടങ്ങുകയാണെങ്കിൽ 0, 1, 2, 3, 4, 5. ഓക്കെ, ഇത് കൂടാതെ ഇതിനൊരു മെമ്മറി ലൊക്കേഷൻസും ഉണ്ടാവും. ഈ മെമ്മറി ലൊക്കേഷനും നമ്മൾ ഇതിനെ ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ടുള്ള 4 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് എന്ത് ചെയ്യുക, സീക്വൻഷ്യലായിട്ട് ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ABCD എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് A of 6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അറേയിൽ എത്ര ഡാറ്റ, A of 5 ആണത്. A of 5ൽ എനിക്ക് എത്ര ഡാറ്റ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും? A of 5ൽ എനിക്ക് എത്ര ഡാറ്റ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും? A of 5 പറഞ്ഞാൽ 5 സൈസുള്ള ഒരു അറേയാണ്. അപ്പോൾ അതിൽ എനിക്ക് 5 ഡാറ്റ എലമെൻറ്റ് അല്ലേ, 5 ഡാറ്റ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് എലമെൻറ്റ്സ് ആയിരിക്കും. അതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഒരേപോലത്തെ ഒരേ സെയിം ഡാറ്റ ടൈപ്പുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ ക്യാരക്ടർ ആണെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ABCD അല്ലേ, അല്ലെങ്കിൽ ഇതാ 1, 2, 3, 4. വേറെ അറേ ഉണ്ട് 1, 2, 2.2, 3. ഇങ്ങനൊരു അറേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതായത് നമ്മൾ അറേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അറേൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്നും കൂടി നമ്മൾ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കും അല്ലേ. നമ്മളങ്ങനെ ഇന്ത്യ അറേ എന്നൊക്കെ അല്ലേ പറയാം. അതായത്
അതൊരു ഇൻറ്റീജർ അറേയാണ്. അല്ലെങ്കിൽ ക്യാരക്ടർ അറേയാണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും, ക്യാരക്ടർ അറേയാണെന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഫ്ലോട്ട് എലമെൻറ്റ്സ് ആണ് നമ്മളതിൽ റെപ്രസെൻറ്റ് ചെയ്യുമെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യും. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ് അല്ലേ. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് 201 പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 202, 203 അങ്ങനെ 204 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അറേയിൽ ഒരു മെമ്മറി എലമെൻറ്റ് മെമ്മറി 101, 102, 103, 104, 105, 106 ഇങ്ങനെ ഒരു മെമ്മറി ലൊക്കേഷൻ അതായത് നമ്മൾ സിസ്റ്റം മെമ്മറിയിൽ ഈ ഒരു സെല്ലിനെ ഏത് മെമ്മറി ലൊക്കേഷനിലാണ് ഇത് സേവ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ മെമ്മറി ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എല്ലായ്പ്പോഴും 102, 101, 102, 103 എന്ന് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊരു ഒരു ബൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ ബൈറ്റാണ്. നെക്സ്റ്റ് ബൈറ്റാണ് എന്ത് 102 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ക്യാരക്ടർ അറേ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ അറേയും ഇൻറ്റിജർ അറേൻ്റെയും ഒരു സെല്ലിൻ്റെ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഒരു മെമ്മറി ലൊക്കേഷനും ഡിഫറൻ്റ് തന്നെ ആയിരിക്കും. ഒരു അറേ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് അറേ എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമ്മൾക്ക് ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും. ആ സെല്ലിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അറേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അറേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള സൈസ് ആയിരിക്കും. ഓക്കെ, ഓരോ സെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനും കൂടി ഉണ്ടാവും. ഓക്കെ, ഈ മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഈ ഇൻഡെക്സ് വാല്യൂ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇൻഡെക്സ് വാല്യൂ ഇപ്പോൾ നമുക്ക് അറേനെ ഇപ്പോൾ എനിക്ക് ഡീനെ ആക്സസ് ചെയ്യണം പെട്ടെന്ന്. ഇപ്പോൾ ഡി എനിക്ക് 3rd ഇൻഡെക്സിലുള്ള വാല്യൂ എന്ന് എനിക്കറിയാം. അപ്പോൾ A3 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, A3 എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. അങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യുക. പിന്നെ 0 ബേസ്ഡ് ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എപ്പോഴും 0 ആയിട്ടാണ് വരിക. അതല്ലാതെ നമുക്ക് പറയുക, അതായത് ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഏതാണെന്ന് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഇപ്പോൾ 3 ആണെങ്കിൽ നെക്സ്റ്റ് ഇൻഡെക്സ് 4, 5, 6 ആയിരിക്കും. ഓക്കെ, അങ്ങനെ പോകും. പക്ഷേ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി അറേൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള ഇൻഡെക്സ് എന്തായിരിക്കും, അറേ ഫസ്റ്റ് ബേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇതാണ് ഒരു അറേൻ്റെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഈ അറേയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാനിവിടെ ഒരു എ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ബി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, സി ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി അറേൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ടൈപ്പ് ഓഫ് അറേ ഉണ്ട്. ടൈപ്പ് ഓഫ് അറേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അറേസ് ഒക്കെ ഉണ്ടല്ലോ, അതെ നമ്മൾ നേരത്തെ അല്ലേ, ഇൻഡെക്സ് 0 മുതൽ തുടങ്ങി അതിൽ കണ്ടിന്യൂസ് എലമെൻറ്റിനെ അല്ലെങ്കിൽ ഹോമോജീനിയസ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്തു. അത്തരം ഒരു സിംഗിൾ റോ ഓഫ് അറേനെ നമ്മൾ എന്ത് പറയുന്നത് 1 ഡൈമെൻഷണൽ അറേ എന്ന് പറയുന്നത്. 1 ഡൈമെൻഷണൽ അറേ ഉണ്ട്, 2 ഡൈമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡൈമെൻഷണൽ അറേ ഉണ്ട്. 1 ഡൈമെൻഷണൽ അറേ എന്നാൽ സിംഗിൾ റോ അല്ലേ, സിംഗിൾ റോ അല്ലേ ഒരു അറേ. ഓക്കെ, ഇനി നമുക്കറിയാം സിംഗിൾ റോ ഓഫ് എലമെൻ്റ് ആയിരിക്കും അല്ലേ 1 ഡൈമെൻഷണൽ അറേ ഓഫ് ആൾ ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കും, അതിലുള്ള എലമെൻറ്റ്സിന് സെയിം ആയിരിക്കും. നമ്മൾ സിംഗിൾ 1 ഡൈമെൻഷണൽ അറേ പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഓരോ പ്രോഗ്രാമിലും ഓരോ സ്ട്രക്ചറിലായിരിക്കും അറേനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ബേസിക് സിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കണ്ടോ. ഇവിടെ നോക്കുക, ഇൻറ്റ് A of 4 ഈക്വൽ ടു ഒരു കേളി ബ്രേസിൽ നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റിലെ ഇതാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്. ഇത്
എന്താണ് ടൈപ്പ് ഓഫ് ഏത് ടൈപ്പിലാണ് ഡാറ്റ എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന്, അതായത് ഇൻറ്റീജർ ആണോ ക്യാരക്ടർ ആണോ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണോ എന്നൊക്കെ. ഇൻറ്റ്. ഇനി ഇത് എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെയിമാണ്, അറേൻ്റെ നെയിം. അതെന്തും ആവാം, ഇൻറ്റ് അറേ എന്നാവാം, എ എന്നാവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതാവാം. പിന്നെ അതിൻ്റെ സൈസ്. ഓക്കെ, അറേ എ ഓഫ് 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അറേ കിട്ടും. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഒരു അറേ നമ്മൾക്ക് എന്ത് ചെയ്തു, റെപ്രസെൻറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്തായിരിക്കും, 0 മുതൽ 1 2 3 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അറേ കിട്ടി. ഇനി ഇതിൻ്റെ എലമെൻസിനെ നമ്മൾ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ എലമെൻസ്. അപ്പോൾ എലമെൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് എലമെൻറ്റ് 14, നെക്സ്റ്റ് 19 21 8, ഇത്ര എലമെൻ്റ് ഉള്ളൂ. ബാക്കിയുള്ളത് നള്ളായിട്ട് അവിടെ അങ്ങനെ കിടക്കും, എംപ്റ്റി സ്പേസ് ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, ഇതാണൊരു 1 ഡയമെൻഷനൽ അറേൻ്റെ റെപ്രസെൻറ്റേഷൻ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അറേയാണ് 1 ഡയമെൻഷനൽ അറേ. അതുകൂടാതെ നമുക്ക് 2 ഡയമെൻഷനൽ അറേ ഉണ്ട്. മെട്രിക്സ് രൂപത്തിലാണ് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഇതൊരു സിംഗിൾ 1 ഡയമെൻഷനൽ അറേ ആണല്ലോ. ഇത് ഈ 2 ഡയമെൻഷനൽ അറേൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. 2 ഡയമെൻഷനൽ അറേ ഡിഫറെൻറ്റ് 1 ഡയമെൻഷനൽ അറേസിനെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് 2 ഡയമെൻഷനൽ അറേ ആക്കി മാറ്റും. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് ഒരു 4 സൈസുള്ള ഒരു 1 ഡയമെൻഷനൽ അറേയാണ് റോ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലേ, റോ 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് റോ 2, അടുത്ത റോ, അടുത്ത റോ, 3 റോ ആണ്, 4 കോളംസും, അല്ലേ, C1 C2 C3 C4 എന്ന് പറഞ്ഞിട്ടുള്ള 4 കോളംസ് ഉണ്ട്. റോ 1 റോ 2 റോ 3 ആണ് 3 കോളം ഉണ്ട്. നമുക്കിതിനെ മെമ്മറിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഓഫ് ഐ ജെ എന്നായിരിക്കും. എ ഓഫ് ഐ ജെ വെച്ചിട്ടാണ് നമ്മൾ 2 ഡയമെൻഷനൽ അറേ റെപ്രസെൻറ്റ് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1 3 റോയും, ജെ എന്ന് പറഞ്ഞാൽ കോളത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഐ റോ ജെ കോളം. അപ്പോൾ നമുക്ക് നോക്കാം, എ ഓഫ് ഐ 1 2 3 എന്ന് പറഞ്ഞാൽ എന്താ, 1th റോ, അല്ലേ, 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1th റോ 3rd കോളം, അല്ലേ, 1 3. അപ്പോൾ ഏത് വാല്യൂ വരിക നോക്കാം, 1 3. 0 മുതൽ കോളം നോക്കാം, 0 1 2 3. റോ എന്ന് പറഞ്ഞാൽ 0 1 3. അപ്പോൾ 1 3 എന്ന് പറയുമ്പോൾ 1 ഇവിടെ, 3 എന്ന് പറയുമ്പോൾ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ആൻസർ ഈക്വൽ ടു 1 3 എന്ന് പറഞ്ഞാൽ ആൻസർ 50 ആയിരിക്കും ആ ഒരു സെല്ലിലെ ഡാറ്റ എലമെൻറ്റ്. ഇതാണ് ഇതിന്, ഇങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യുക. 2 2 എന്ന് പറയുമ്പോൾ എന്താ, 2 ഇങ്ങനെ പോയി ഈ എലമെൻറ്റ്, അല്ലേ, 70 ആയിരിക്കും ഇതിൻ്റെ ഡാറ്റ എലമെൻറ്റ്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡാറ്റ 2 ഡയമെൻഷനൽ അറേ ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഈ മൾട്ടി ഡയമെൻഷനൽ അറേ ഉണ്ട്. മൾട്ടി ഡയമെൻഷനൽ അറേ ഒരുപാട് 2 ഡയമെൻഷനൽ അറേ കൂട്ടിച്ചേർന്നതാണ് മൾട്ടി ഡയമെൻഷനൽ അറേ. അത്ര മതി. നെക്സ്റ്റ്, അറേ ഓപ്പറേഷൻസ്. അറേ ഓപ്പറേഷൻസ് പറയുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷനാണ് ആക്സസിങ് എലമെൻറ്റ്. അതായത് നമുക്ക് ഇപ്പോൾ ട്രാവേഴ്സ് ചെയ്ത് പോവാം. ട്രാവേഴ്സിങ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ പറയുന്നത്. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമുക്ക് ഇതിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടൊരു 4 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഈ എ ബി സി ഡിനെ നമുക്ക് ആക്സസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പോൾ അത് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്ന് ചോദിക്കും. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്, അത് ഏത് എലമെൻ്റ് ആയിക്കോട്ടെ, ആ ഒരു അറേയിലുള്ള ഒരു എലമെൻറ്റ് എത്ര സമയം കൊണ്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ടൈം കോംപ്ലക്സിറ്റി ഓഫ് അത് ട്രാവേഴ്സൽ അല്ലെങ്കിൽ ആക്സസിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് 1 ആയിരിക്കും. അത് വിത്തിൻ 1 ഇൻസ്റ്റൻറ്റിൽ നമുക്കതിനെ ആക്സസ് ചെയ്തെടുക്കാം. കാരണം എന്താ, അപ്പോൾ എനിക്ക് എ ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇവിടെ എന്താ കിട്ടും, സി ആണ് നമുക്കറിയാം, അല്ലേ. 2th ഇൻഡെക്സിലുള്ള വാല്യൂ എന്താ, സി ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഓഫ്, അതായത് ഇപ്പോൾ ഞാൻ വിത്തിൻ 1 ഇൻസ്റ്റൻറ്റിലാണല്ലോ ഇത് എടുത്തത്.
അതായത് നമുക്ക് നമ്മളെ അറേ ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ അറേ ഉള്ള ഇൻഡെക്സ് വാല്യൂ നമുക്കറിയാം, ഇൻഡെക്സ് വാല്യൂലുള്ള എലമെൻസിനെ നമുക്കറിയാം. ഓക്കെ, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 1 ഇൻസ്റ്റൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എലമെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ ബാക്കിയുള്ള എലമെൻസിനെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേഷൻ നോക്കാം. ഇൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അറേയിലേക്ക് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. ഒരു അറേയിലേക്ക്, ഇപ്പോൾ ഇൻസേർഷൻ ഞാൻ ഇവിടെ പറഞ്ഞുതരാം, ഒരു അറേയിലേക്ക് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നൂടെ നമുക്ക്. അപ്പോൾ ഇത് 4 സൈസുള്ള ഒരു അറേ ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ABCD ആണ് എലമെൻറ്റിൽ എനെ ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അറയിലേക്ക് നെക്സ്റ്റ് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക, നെക്സ്റ്റ് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് 0ൽ എന്താ ഓൾറെഡി ഒക്യുപ്പൈഡാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് എനിക്ക് 1ലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. എനെ ചെക്ക് ചെയ്ത് എയിലില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അതുപോലെ സിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ത് പറയുക, ഓർഡർ ഓഫ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻസേർഷൻ. ഓക്കെ, ഇൻസേർഷൻ്റെ ഓർഡർ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആയിരിക്കും. അതായത് ആ എലമെൻറ്റ് എത്ര ഇൻഡെക്സ് ഉണ്ടോ, ആ ഇൻഡെക്സിൽ ഏതൊക്കെ എലമെൻറ്റ് ഉണ്ടോ ആ എലമെൻറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ ഓൾറെഡി ഒക്യുപ്പൈഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഡിലീഷൻ. ഡിലീഷൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്കൊരു അറേ എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള ABCD എന്ന് പറഞ്ഞ അറേ ഉണ്ട്. ഇത് അറ്റ് എൻഡ് ഓഫ് ഇതിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇതാണല്ലോ ഈ അറേൻ്റെ ലാസ്റ്റ് അല്ലേ. ലാസ്റ്റിലെ അറേ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ എനിക്ക് ഇത് പെട്ടെന്ന് ഒരൊറ്റ ഇൻസ്റ്റൻറ്റിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബിഗിനിങ്ങിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഇയാളെ എനിക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളെ ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ. നോക്കിയാൽ ഇയാളെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു, എനെ ഡിലീറ്റ് ചെയ്തു, കണ്ടോ. എനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എനിക്ക് ഈ ബീനെ ഇങ്ങോട്ടേക്ക് മാറ്റണം, ബീനെ ഇങ്ങോട്ട് ട്രാവേഴ്സ് ചെയ്യണം, സീനെ ചെയ്യണം, ഡീനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും ഒരു പ്രോസസ്സ് കൂടി ഡിലീഷൻ ഓപ്പറേഷനിൽ വരും. BCD ഇങ്ങനായി മാറും. ഓക്കെ, ഇത് എന്താണ്, ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഓർഡർ ഓഫ് n ഉം ലാസ്റ്റ് എലമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡർ ഓഫ് 1 ആയിരിക്കും. അതായത് ലാസ്റ്റിലാണെങ്കിൽ നമുക്ക് അറ്റേ ടൈം ഒന്ന് മാത്രം ചെയ്ത് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ബിഗിനിങ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യുക പ്ലസ് അതിനെ അറേഞ്ച് ചെയ്യണം. അതുകൊണ്ടാണ് ആ ഓർഡർ ഓഫ് n വന്നത്. ആ ബാക്കിയുള്ള എലമെൻറ്റിനൊക്കെ n എലമെൻ്റ് ഉണ്ടെങ്കിൽ n എലമെൻറ്റിന് നമ്മൾ ഇവിടെ ബിഗിനിങ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എലമെൻറ്റ് ഇപ്പോൾ BCD എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ്സ് ഈ ഒരു അറയിലുണ്ട്. BCD എന്ന് പറഞ്ഞൊരു എലമെൻറ്റ്സ് ഈ ഒരു അറയിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് ഡീനെ സെർച്ച് ചെയ്യണം. ഡീനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇൻഡെക്സ് മുതലാണ് സെർച്ച് ചെയ്യുക. ഓർഡർ ഓഫ് 0th ഇൻഡെക്സിലുണ്ടോ നോക്കും, ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് ട്രാവേഴ്സ് ചെയ്ത് പോയി. 1th ഇൻഡെക്സിലുണ്ടോ നോക്കി, ഇല്ല. നെക്സ്റ്റ് ഇൻഡെക്സിലുണ്ടോ നോക്കി, ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ഓർഡർ ഓഫ് n ആയിരിക്കും ലീനിയർ സെർച്ച്. 2 വിധം സെർച്ച് ഉണ്ട്. പിന്നെ ഒന്ന് ബൈനറി സെർച്ചാണ്, അത് നമ്മൾ ബൈനറി ട്രീ പറയുന്ന സമയത്ത് പറയും. അപ്പോൾ ലീനിയർ സെർച്ചിൻ്റെ ഓർഡർ ഓഫ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 ഉം ബൈനറി സെർച്ചിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് log n ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ എന്താ പറയുക ബൈനറി സെർച്ച് ട്രീ പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ സെർച്ചിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെർച്ച് ആൻ എലമെൻറ്റ് യൂസിങ് ഒരു ഗിവൻ ഇൻഡെക്സ് വെച്ചിട്ട് അതിൽ അതാണോ അല്ലേ എന്ന് സെർച്ച് ചെയ്യും ബൈ ഇറ്റ്സ് വാല്യൂ അല്ലേ. ഇതാണ് അറേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. നെക്സ്റ്റ് സ്റ്റാക്കാണ്.
സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന റൂളാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാം. നമ്മളെ കയ്യിൽ ഒരു സി ഡി ഹോൾഡർ ഉണ്ട് അല്ലേ? സി ഡി ഹോൾഡർ അറിയില്ല എനിക്ക്. നമ്മൾ കുറച്ച് മുന്നേ കാലഘട്ടത്തിലൊക്കെ സി ഡി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അല്ലേ? കോമ്പാക്റ്റ് ഡിസ്ക്. ആ ഡിസ്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു സി ഡി ഹോൾഡർ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ സ്ട്രക്ചർ അല്ലേ? നമ്മളെന്ത് ചെയ്യും? ഓരോ സി ഡിയും എന്ത് ചെയ്യും? ഫസ്റ്റ് സി ഡി ഇവിടെ ഇടും അല്ലേ? നെക്സ്റ്റ് സി ഡി വരുന്ന സമയത്ത് അതിൻ്റെ മേലെ വെക്കും. നെക്സ്റ്റ് സി ഡി വരുന്ന സമയത്ത് അതിൻ്റെ മേലെ വെക്കും. അല്ല, അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? നെക്സ്റ്റ് അതിൻ്റെ മേലെ, നെക്സ്റ്റ് അതിൻ്റെ മേലെ. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു സി ഡി ഹോൾഡർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ നമുക്ക് 1 2 3 4 5 5 സി ഡികൾ നമ്മൾ ഈ സി ഡി ഹോൾഡറിൽ ഇട്ടു അല്ലേ? ഇനി നോക്കിയാൽ, ഇനി നമുക്ക് ഫസ്റ്റ് ഇട്ടത് ഇയാളെയാണ്, ഏറ്റവും അടിയിട്ടതിനല്ല ഫസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സി ഡിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ സി ഡിനെ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിനെ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം മാത്രമേ അടുത്ത ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം മാത്രമേ അടുത്ത ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം മാത്രമേ അടുത്ത ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ഒരു സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ്. അതായത് നമുക്ക് കുറച്ച് ഡാറ്റ എലമെൻ്റ് ഉണ്ടാവും. ഈ ഡാറ്റ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ഏറ്റവും ബോട്ടം ലെവൽ ഓഫ് സ്റ്റാക്കിലായിരിക്കും അല്ലേ? ഇതാണ് ഒരു സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ്. ഏറ്റവും ബോട്ടം ലെവൽ ഓഫ് സ്റ്റാക്ക് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുന്നേ ഓക്കെ, മേലേക്ക് ഇങ്ങനെ വരും. ഇനി സ്റ്റാക്കിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെയാണ് ഡാറ്റ ആദ്യം എടുത്ത് മാറ്റുക. അതാണ് ഇതിനൊരു ലിഫോ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും എന്ത്? സ്റ്റാക്കിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റിനെയാണ് ഫസ്റ്റ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ കയ്യിൽ 6 എലമെൻറ്റ്സ് ഉണ്ട്, ABCDEF. അപ്പോൾ എനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എനെ എനിക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? അതായത് ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം അല്ലേ? ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ലെവലിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് അല്ലേ? ബീനെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് സീനെ ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡീനെ ഇൻസേർട്ട് ചെയ്തു. ഇനെ ഇൻസേർട്ട് ചെയ്തു. എഫിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു എനെ ആക്സസ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എഫിനെ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ്, ഇനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഡീനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ്, സീനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ്, ബീനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ത്? എനെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻസേർഷൻ എന്നല്ല പറയാം, പുഷ് എന്നാണ് പറയുക. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനെ ഫസ്റ്റ് പുഷ് ചെയ്തു, നെക്സ്റ്റ് ബീനെ പുഷ് ചെയ്തു, സീനെ പുഷ് ചെയ്തു, ഡീനെ പുഷ് ചെയ്തു, ഇനെ പുഷ് ചെയ്തു, എഫിനെ പുഷ് ചെയ്തു. ഈ ABCD ഒക്കെ ഓരോ ഡാറ്റ കേട്ടോ, നമ്മളെ കയ്യിലുള്ള ഡാറ്റയാണ്. ആ ഡാറ്റനെ നമ്മൾ എങ്ങനെയാണ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്കാണ് നമ്മൾ ഇപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, സ്റ്റോർ ചെയ്ത ഡാറ്റനെ എങ്ങനെയാണ് എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ പറയുമ്പോൾ ഇതെന്തിനാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും എന്താണ് ഈ സ്റ്റാക്ക് കാര്യങ്ങളൊക്കെ, എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു മെമ്മറി എലമെൻ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം? എഫിനെ പോപ്പ് ചെയ്യണം, ഇനെ പോപ്പ് ചെയ്യണം, ഡീനെ പോപ്പ് ചെയ്യും, സീനെ പോപ്പ് ചെയ്യും, ബീനെ പോപ്പ് ചെയ്യും, എനെ പോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് പോപ്പിങ്. പോപ്പ് പറഞ്ഞാൽ ഡിലീഷൻ, പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസേർഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാക്ക് കണ്ടെയ്ൻ 6 എലമെൻറ്റ്. 6 എലമെൻറ്റ്സ് ഉണ്ട്, EFGHIJ. അപ്പോൾ 6 എലമെൻ്റ് ആണുള്ളത്. ഏതൊക്കെ? EFGHIJ.
ഐ ജെ. ഓർഡർ അതിട്ടുണ്ട്, ഓർഡർ ഇ ടു ജെ, അതായത് ഇ ടു ജെ. ഓക്കെ, ഇ ടു ജെ ആൻഡ് ജെ. അപ്പോൾ ജെ അറ്റ് ദ ടോപ്പ്, ജെ ടോപ്പ് വരുന്ന രീതിയിലായിരിക്കും ഈ ഇതിൻ്റെ ഇൻസേഷൻ നടക്കുക. ഹൗ മെനി പോപ്പ് ഓപ്പറേഷൻ റിക്വയർഡ് ടു പോപ്പ് ജി ഫ്രം ദ സ്റ്റാക്ക്. അപ്പോൾ അത് ഒരു സ്റ്റാക്കിൽ എന്തുണ്ട്, ഇ എഫ് ജി എച്ച് ഐ ജെ എന്ന് പറഞ്ഞിട്ടുള്ള 6 എലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പ്. ഓക്കെ, ഹൗ മെനി പോപ്പ് ഓപ്പറേഷൻ റിക്വയർഡ് ടു, എത്ര പോപ്പ് ഓപ്പറേഷൻ വേണം, നമ്മൾ പോപ്പ് ഓപ്പറേഷൻ എണ്ണാണ്. ഫസ്റ്റ് പോപ്പ് ഓപ്പറേഷൻ ആരാണ്, ജെനെ പോപ്പ് ചെയ്തു ഫസ്റ്റ്, സെക്കൻഡ് ഐനെ പോപ്പ് ചെയ്തു, നെക്സ്റ്റ് മൂന്നാമത്തെ എച്ചിനെ പോപ്പ് ചെയ്തു, നെക്സ്റ്റ് ജീനെ പോപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, ജീനെ ആക്സസ് ചെയ്യാൻ പറ്റുക അല്ലേ, അല്ലേ? എന്താണല്ലേ, 1 2 3 ഓക്കെ 4 ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാക്ക് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓപ്പറേഷൻസ് നമുക്കറിയാം, സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പുഷ് എന്ന് പറയും. സ്റ്റാക്കിൽ നിന്ന് ഒരു വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് പോപ്പ് എന്ന് പറയും. പിന്നെ 2 ഓപ്പറേഷൻസ് ആണ് ഈസ് എം ടി, അതായത് നമ്മൾ ഒരു സ്റ്റാക്കിലുള്ള ഒരു സ്റ്റാക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈസ് എം ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എം ടി ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റാക്ക്, ഇപ്പോൾ ഇ എഫ് എന്ന് പറഞ്ഞിട്ട് എലമെൻ്റ് ഉള്ള ഒരു സ്റ്റാക്ക് എം ടി ആണോ അല്ല, അതിൽ 2 എലമെൻറ്റ് ഇയും എഫും ചെക്ക്. പിന്നെ അടുത്തൊരു ഓപ്പറേഷനാണ് ഈസ് ഫുൾ. ഈസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാക്ക് ഇപ്പോൾ 6 എലമെൻറ്റിനെ അല്ല 1 2 3 7 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. 0 to 6 എന്ന് പറയുമ്പോൾ 7 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാക്കാണ് അല്ലേ. ഈ സ്റ്റാക്കിൽ ഫുള്ളി എലമെൻറ്റ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫുള്ളി സ്റ്റാക്ക് എന്ന് പറയും. അത് ഫുള്ളാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഈസ് എം ടി ആണോ എന്ന് പറയുന്നതിന് ഈസ് എം ടി, ഈസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഫുള്ളാണോ ചെക്ക് ചെയ്യുന്നത്. ഇനി വേറൊരു കൺസെപ്റ്റാണ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. അപ്പോൾ എന്താണ് ഈ ഓവർഫ്ലോയും എന്താണ് ഈ അണ്ടർഫ്ലോയും? അതായത് ഇപ്പോൾ നമുക്കൊരു എം ടി സ്റ്റാക്ക് ഉണ്ട്. ഇപ്പോൾ ഇതൊരു എം ടി സ്റ്റാക്കാണ് അല്ലേ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ല, ഒരു വാല്യൂ ഇല്ലാത്തൊരു എം ടി സ്റ്റാക്കാണ് അല്ലേ. ഈ എം ടി സ്റ്റാക്കിൽ നിന്ന് വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഒരു കോഡ് കൊടുത്താൽ, അല്ലെങ്കിൽ ഡിലീഷൻ ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ എം ടി സ്റ്റാക്കിൽ നിന്ന് ഡിലീഷൻ ഓപ്പറേഷൻ നമുക്ക് നടത്താൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരം ഒരു കൺസെപ്റ്റിനെ നമ്മൾ അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ട്രൈ ടു പോപ്പ് ഓർ ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ദി എം ടി സ്റ്റാക്ക്. അണ്ടർഫ്ലോ അതായത് ഒന്നുമില്ലാത്തൊരു സ്റ്റാക്കിൽ നിന്ന് പിന്നെയും ഡിലീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് എന്തുണ്ട്, ഇപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള 4 എലമെൻ്റ് ഉണ്ട്. ഇനി ഇ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻറ്റ് കൂടി ഉണ്ട്. ഈ ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു സ്റ്റാക്കിലേക്ക് ഞാൻ ഇ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമോ? പക്ഷേ ഈ എന്ന എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഓൾറെഡി ആ മെമ്മറി ഫുള്ളായിട്ടുണ്ട്. പിന്നെ വേറൊരു ഡാറ്റ കൂടി ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്തരം ഒരു കൺസെപ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ട്രൈ ടു പോപ്പ് ആൻഡ് ഓർ ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ദി എം ടി സ്റ്റാക്ക്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ട്രൈ പുഷ് ആൻ ഐറ്റം ടു ദി ഫുള്ളി ഒക്യുപ്പൈഡ് സ്റ്റാക്ക്. ഓക്കെ, ഒരു പേരിൽ തന്നെ ഉണ്ട്, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇനി സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ ഓഫ് സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാം. നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റേഴ്സ് നമ്മുടെ കയ്യിലില്ല. ഇതൊരു സ്ട്രിങ്ങാണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത് കേട്ടോ. ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്. അപ്പോൾ ഇതിനെ എനിക്ക് റിവേഴ്സൽ ചെയ്യണം, റിവേഴ്സൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 എലമെൻറ്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാക്ക് എടുത്തു. അതിലേക്ക് ഞാൻ APPL ഇട്ടു. ഓക്കെ, ഇനി എനിക്കിത് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഫസ്റ്റ് ഈനല്ല എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ഈനെ ഡിലീറ്റ് ചെയ്തു, നെക്സ്റ്റ് എല്ലിനെ പോപ്പ് ചെയ്തു, പീനെ പോപ്പ് ചെയ്തു, നെക്സ്റ്റ് ബീനെ പോപ്പ് ചെയ്തു, എനെ പോപ്പ് ചെയ്തു. ഓക്കെ,
അതാണ് ഇത് റിവേഴ്സൽ ഓപ്പറേഷൻ നടക്കും. റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുക. റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വിളിക്കുന്നതിന്. ഓക്കെ, എക്സ്പ്രഷൻ ഇവാലുവേഷന് വേണ്ടിയിട്ട്. എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ ഇൻഫിക്സ്ഡ് എക്സ്പ്രഷൻസ് ഏതൊക്കെ ഉണ്ട്? ഇൻഫിക്സ് ഉണ്ട്, അതെന്താ നമ്മൾ പറയും, പ്രിഫിക്സ് ഉണ്ട്, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഫിക്സ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഇത്തരം കാര്യത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുക. അൺഡു ഓർ റീഡു ഓപ്പറേഷൻസ്, നമ്മൾ അൺഡു റീഡു ഒക്കെ കേട്ടില്ലേ നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്ന സമയത്ത്, അതൊക്കെ സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ എനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ല സോറി, ഇപ്പോൾ ഈ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്റ്റാക്കിൽ ഞാൻ എന്ത് ചെയ്തു, ഈനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഈനെ ഡിലീറ്റ് ചെയ്തത് വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചറിലായിരിക്കും ഈ ഡിലീറ്റ് ചെയ്ത ഡാറ്റനെ സ്റ്റോർ ചെയ്തിട്ടുള്ളവ. ഇനി ഇതിനെ എനിക്കത് നേരെ ഈ ഈനെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡു ആയല്ലോ. വൺ റീഡു. ഫങ്ഷൻസ് കോൾ എന്ന് പറയുമ്പോൾ ഈ റിക്കേഷൻ തന്നെ ഫങ്ഷൻ കോൾ. ബാലൻസിങ് പാരാന്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ നമ്മളൊരു എക്സ്പ്രഷനാണ് a+b ഇൻറ്റു c - d ഇൻറ്റു e. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാലറിയാം എന്താണ് ഇതൊരു ബാലൻസിങ് പാരാന്തസിസ് അല്ല അല്ലേ. അതായത് ഇവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബാലൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇത് ചെറിയൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ബാലൻസിങ് അല്ല. പക്ഷെ നമുക്കൊരു വലിയൊരു എക്സ്പ്രഷനൊക്കെ ആണെങ്കിൽ നമുക്കൊരു കോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് ഇതാ ഇങ്ങനെ ഈ എക്സ്പ്രഷൻ ഈ പാരാന്തസിസ് മാത്രം എടുത്തു, ഫസ്റ്റ് പാരാന്തസിസ്. നെക്സ്റ്റ് പാരാന്തസിസ് എടുക്കുന്ന സമയത്ത് എന്താണ്, നെക്സ്റ്റ് പാരാന്തസിസ് വരുമ്പോൾ ഈ ഓപ്പണിംഗ് പാരാന്തസിസിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നെക്സ്റ്റ് വരെ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, ഓക്കെ ഇവിടെ ബാലൻസിങ് ആയിട്ടുണ്ട്, നെക്സ്റ്റ് ഇവിടെ ബാലൻസിങ് ആയിട്ടുണ്ട്, ഇവിടെ ബാലൻസിങ് അല്ല. അങ്ങനെയാണ് ഇത് നോക്കുക. നെക്സ്റ്റ് ആണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. അതൊക്കെ നമ്മൾ ഗ്രാഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷെ അത് സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്കിൻ്റെയാണ്. ഇനി ബ്രെഡ്ത്ത് BFS ഉണ്ട്, അത് ക്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. അതൊന്നും കാണാതെ പഠിക്കുക തന്നെ വേണം. നമുക്ക് ഇതിൻ്റെ അൽഗോരിതമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്ക് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പക്ഷേ നമുക്കത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഈ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത് ഒരു 2-3 തവണ ചോദിച്ചിട്ടുമുണ്ട്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഏത് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, ഏത് ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് ചോദിക്കും. പറയാം. ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യൻ ആണ് ഇത്. കൺസിഡർ ദ ഫോളോയിങ് ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദി സ്റ്റാക്ക് ഓൺ സൈസ് 5. അപ്പോൾ സൈസ് 5 സൈസുള്ള ഒരു സ്റ്റാക്ക് എടുത്തു. ഓക്കെ, 1 2 3 4 5 ആയില്ലേ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കിത് ഒരു ഓപ്പറേഷൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ആൾ ഓപ്പറേഷൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ദ സ്റ്റാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്താ, ഫസ്റ്റ് ഓപ്പറേഷൻ പുഷ് 1. അപ്പോൾ 1നെ പുഷ് ചെയ്തു അല്ലേ, 1നെ പുഷ് ചെയ്തു. നെക്സ്റ്റ് അതിനെ പോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 1നെ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്താൽ പോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ സെല്ലിപ്പോൾ എന്താണ് അവൈലബിൾ ആണ്, കാരണം പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പുഷ് 2. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇത് പുഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പുഷ് 3 കഴിഞ്ഞാൽ എന്താ പോപ്പ് ഓപ്പറേഷൻ ആണ് അല്ലേ. നെക്സ്റ്റ് ഇവിടെ പുഷ് പോപ്പ് ഓപ്പറേഷനാണ്. ഇതിനെ പുഷ് ചെയ്തു, ഫസ്റ്റ് 1നെ പുഷ് ചെയ്തു, പിന്നെ 3നെ പുഷ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് എന്താ പുഷ് 4. അത് നെക്സ്റ്റ് 3നെ പോപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് അത് അവൈലബിൾ ആയി, ആ സ്റ്റെല്ല അവിടെ അവൈലബിൾ ആയി. നെക്സ്റ്റ് 4നെ പുഷ് ചെയ്തു. നെക്സ്റ്റ് എന്താ ഒരു പോപ്പ് ഓപ്പറേഷൻ, 4നെ പോപ്പ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത പോപ്പ് ഓപ്പറേഷൻ 2നെ പോപ്പ് ചെയ്തു. നെക്സ്റ്റ് എന്താ പുഷ് 5നെ പുഷ് ചെയ്തു. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ആൾ ഓപ്പറേഷൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ് പ്രസൻറ്റ് ദ സ്റ്റാക്ക്. എത്ര, എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞാലും ഈ 5 മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ 1 എലമെൻറ്റ് അല്ലേ. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻഹെറിൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്? റിവേഴ്സിങ് ഓഫ് സ്ട്രിങ് നമ്മൾ ആപ്പിൾ വെച്ചിട്ട് പറഞ്ഞില്ലേ, അത് സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, ഇൻഫിക്സ് എക്സ്പ്രഷൻ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, പ്രിഫിക്സ് എക്സ്പ്രഷൻ ഒക്കെ ഇവാലുവേഷൻ ചെയ്യുന്നത് സ്റ്റാക്ക് വെച്ചിട്ടാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റിക്കേഷൻ സ്റ്റാക്ക് വെച്ചിട്ടാണ്. ജോബ് ഷെഡ്യൂളിംഗ് ക്യൂ വെച്ചിട്ടാണ്. ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ് പറയാനുള്ളത്. ക്യൂ വെച്ചിട്ടാണ് എന്ത് നമ്മൾ ജോബ് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ പ്രോസസ് ഷെഡ്യൂളിംഗ് പറയും, പ്രോസസ് ഷെഡ്യൂളിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അറേ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ പഠിച്ചു, സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചർ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ക്യൂ ആണുള്ളത്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ശരി.